ഞാൻ ഏതായാലും അപ്പുണ്ണിക്ക് കത്ത് എഴുതിയിട്ടുണ്ട്. എത്തിയാൽ ഉടനെ ഒരു സുദർശന ഹോമം, പിന്നെ ദേവിക്കൊരു തിറയാട്ട്. ഹോമവും തിറയും അസുഖം വന്ന ഡോക്ടറെ കാണണം. ചികിത്സിച്ച് മാറ്റുന്ന രോഗം തന്നെ അത്. അതിപ്പോ ഹരി, ഇത് സാധാരണ പോലൊരു അസുഖമല്ലല്ലോ. അതന്നെയാ പറഞ്ഞത്, അതിന് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറെ കാണണം. അവനെ കൊണ്ടുപോയി ഭ്രാന്തന്മാരുടെ ഡോക്ടറെ കാണിക്കണമെന്നാണോ നീ പറയണേ? അമ്മയുടെ വർത്താനം കേട്ട തോന്നുന്നു ഇതാരോ മനഃപൂർവ്വം വരുത്തി വെച്ചതെന്ന്. അമ്മയെ ഭ്രാന്ത് ഒരു രോഗം തന്നെയാണ്. അതിപ്പോ എങ്ങനെ ഗോപിയൊന്ന് അറിയിക്കുക? ഞാൻ പറഞ്ഞോളൂ ഏട്ടനോട്, സാവധാനത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതിയല്ലോ. എന്റെ ഒരു കൂട്ടുകാരന്റെ ബന്ധു കൂടി ഡോക്ടർ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്റെ കുട്ടിക്ക് ഇങ്ങനെ വന്നല്ലോ എന്റെ ഈശ്വര. ഭഗവതി കാക്കണേ. അപ്പൊ ഇത്ര വരെ എത്തി കാര്യങ്ങളല്ലേ? എന്ത് പറ്റി നിന്റെ നെറ്റിയില്? കുടുംബത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ടതിന് എനിക്ക് കിട്ടിയ കൂലി ഇപ്പൊ എനിക്ക് ഭ്രാന്താത്രേ. അമ്മ കൂടി ഇതിന് കൂട്ടു നിന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. മോനെ, നിനക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. എന്റെ മനസ്സിൽ ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ. എല്ലാവരും നിന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നുണ്ട്. അത് നിങ്ങളുടെയൊക്കെ നാവിന്ന് പുറപ്പെട്ട വർത്തമാനങ്ങൾ തന്നെയാ. ഏട്ടനെ ഏത് ഡോക്ടറെയാടാ നീ കാണിക്കാൻ പോണം? അതിനു മുമ്പ് ഇവിടെ മറ്റു ചില കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാനുണ്ട്. എന്താ നിന്റെ ഭാവം? നേരം നോക്കി ആഹാരം ഉണ്ടാക്കുന്ന കുടുംബത്തിൽ നിന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞാണോ ഏട്ടൻ ചെയ്ത് തെറ്റ്? ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട, അതിനൊക്കെ സമയമുണ്ടല്ലോ. ഇല്ല, പെൺകുട്ടികൾ ഏത് വഴിക്കാ പോണെന്ന് അമ്മയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ. അവൾ ഒളിച്ചോടാൻ പോവത്രേ. ഞാൻ അവൾക്ക് ആരുമല്ല. എങ്കിൽ പിന്നെ അതൊന്നും കാണുമല്ലോ. എന്താ ഗോപി ഇത്? ഈ ഉമ്മറത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ അറിയാൻ കാര്യങ്ങൾ. വീട്ടുകാരെ സമ്മതിച്ചില്ലാച്ച ഒളിച്ചോട്ടം. എവിടെ പോയി ഒളിച്ചോളി നീ? ആശയമോഹം തീരുമ്പോ തിരിച്ചിങ്ങോട്ട് വന്നൊന്ന് കരഞ്ഞു തീർത്താൽ മതിയല്ലോ അല്ലേ? ഇന്ദു, നിനക്കെന്താ അവിടെ കാര്യം? ഗോപി ഇവിടെ വന്നതും വഴക്കുണ്ടായതും ഒക്കെ അറിഞ്ഞു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാ ഞാൻ കൂടെ വന്നത്. എന്ത് തീരുമാനം? മകന്റെ പോക്കിത്തരങ്ങൾക്കെല്ലാം നിങ്ങളും കൂട്ടുവെക്ക. അനാവശ്യം പറയരുത്. എന്റെ വീടിന്റെ ഉമ്മർത്ത് വന്ന് എന്നെ ഭരിക്കാൻ തുടങ്ങുന്നോ? ഗോപി, നീ എന്തായി കാട്ടണേ? വീട്ടിലുള്ള തോന്നിയാസം കാണിച്ച പിന്നെ തോന്നിവാസമെങ്കിൽ തോന്നിവാസം. ഇന്ദു, എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് നിന്നെ വിളിക്കുന്നത്. എന്നെ വിശ്വാസമെങ്കിൽ നിനക്കിറങ്ങി വരാം. ഞാൻ അവളുടെ ഏട്ടനാണെങ്കിൽ അവളെ പടി കടന്ന് പുറത്തേക്ക് വരില്ല. ഗോപി, നീ ഇനിയും പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ എന്ത് ചെയ്തു എന്ന് അമ്മയെ പറയണേ? ഇവന്റെ വീട്ടിൽ ചെന്ന് എന്നെ ഇവൻ അപമാനിച്ചു. വീണ്ടും അധികാരം കാട്ടാനെത്തിയിരിക്കുന്ന ഇവനെ നിലവിളക്ക് വെച്ച് ഞാൻ സ്വീകരിക്കണോ? നമുക്ക് പിന്നീട് ഇതിനെ കുറിച്ച് ആലോചിക്കാം. നിങ്ങൾ ഇപ്പൊ പോണം. അമ്മേ, ഇന്ദുവിന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. അവൾ എന്റെ കൂടെ ജീവിക്കൂ. അത് തീരുമാനിക്കേണ്ട നീയല്ല. ഇന്ദു, ഞാനാ വിളിക്കുന്നത്. എന്നെക്കാൾ വിശ്വാസം നിനക്ക് തെണ്ടിയല്ലേ? ഡോക്ടർ, നമ്മളെ മേലെ പലതവണ കണ്ടിട്ടുണ്ട് ടെക്സ്റ്റൈൽസ് വെച്ച്. ഞാൻ ഗോപിനാഥൻ. അവസാനമായിട്ട് വൈഫായിട്ട് ഒരു കാഞ്ചീപുരം സാരി എടുത്തു, മെറൂൺ കളർ. അതിന് മാച്ചിങ് ആയി ബ്ലൗസ് പീസ് ഞങ്ങളുടെ കടയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു കടയിൽ പോയി സംഘടിപ്പിച്ചു തന്നു. ഓർക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ. എനിക്കൊരു അസുഖമില്ല. വേണമെങ്കിൽ സാറ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോണം, അപ്പൊ മനസ്സിലാവും. നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ? അടുത്ത കാലത്തായി ബന്ധുക്കളോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ വളരെയധികം മാറ്റമുണ്ടെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അത് പിന്നെ അവരെങ്ങനെ മാനസികമായി എന്തെങ്കിലും ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? തുറന്നു പറയണം.
മനസ്സിന് ഒരു സ്വസ്ഥതയില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ് ഡോക്ടർ. കാരണം പ്രത്യേകിച്ച് പറയാൻ കാരണമൊന്നുമില്ല. എന്തായാലും ഗോപിയെ ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യാൻ പോകും. അയ്യോ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തോളൂ. ശരി ഡോക്ടർ. അയ്യോ അങ്ങനെ പറയരുത് ഡോക്ടർ, പ്ലീസ്. എനിക്ക് അസുഖമൊന്നുമില്ല. സി മിസ്റ്റർ ഗോപി, ഭ്രാന്തുള്ളവർ മാത്രമല്ല ഇവിടെ പേഷ്യൻസ് ആയിട്ടുള്ളത്. മാനസികമായി പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ടെൻഷൻ റിലീവ് ചെയ്ത് കിട്ടാൻ ഞങ്ങളുടെ ചികിത്സ സഹായിക്കണം. ഡോക്ടർ എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ. ഞാൻ വേണമെങ്കിൽ ഡോക്ടർ ദിവസം ഇവിടെ ഒന്ന് കണ്ടോളാം. ഒരു രോഗിയായിട്ടല്ല, കുറച്ചു ദിവസത്തെ വിശ്രമം ആവശ്യമുള്ള ഒരാളായിട്ടാണ് നിങ്ങൾ ഇവിടെ കഴിയാൻ പോകുന്നത്. ഡോക്ടർ പ്ലീസ് അങ്ങനെ പറയരുത്. എനിക്ക് ഒരു അസുഖമില്ല. പേടിക്കാനൊന്നുമില്ല. എന്തൊക്കെയോ ചില ഹലൂസിനേഷൻ, അതായത് മാനസിക വിഭ്രാന്തി കൊണ്ടുണ്ടാവുന്ന ചില അസാധാരണമായ പെരുമാറ്റം. ഒരു രോഗിയാണെന്ന മട്ടിൽ നിങ്ങൾ ആരും അയാളോട് പെരുമാറാൻ പാടില്ല. അത് അയാളെ കൂടുതൽ വയലന്റ് ആക്കും. അതുകൊണ്ട് ഇവിടുത്തെ പേഷ്യൻസിന്റെ യൂണിഫോം പോലും ഞാൻ അയാൾക്ക് കൊടുക്കുന്നില്ല. വിടാൻ എനിക്ക് അസുഖമൊന്നുമില്ല ഡോക്ടർ, പ്ലീസ്. ഞാൻ പറയുന്നു പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ ബഹളം വെക്കരുത്. എന്നെ വിശ്വസിക്കുക ഡോക്ടർ, എനിക്ക് അസുഖമൊന്നുമില്ല. എനിക്ക് ഒരു രോഗവുമില്ല. ഡോക്ടർ പ്ലീസ്, പ്ലീസ് ഡോക്ടർ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കുക ഡോക്ടർ, പ്ലീസ് പ്ലീസ്. ഞാൻ പറയുന്ന ഒന്ന്. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്റെ കുട്ടിക്ക് എന്നെ നീ ഇത് കൊടുത്തല്ലോ ദൈവമേ. ഗോപിയിട്ട് നാളെ തന്നെ ഇങ്ങെത്തില്ലേ? പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ വെറുതെ? സ്കൂള് വിട്ട് അന്ന് തുടങ്ങിയതാ എന്റെ മോൻ കുടുംബത്തിന്റെ പ്രാരാബ്ധം തലയിലേറ്റ്. അച്ഛൻ മരിച്ചേ പിന്നെ സുഖം എന്താണെന്ന് എന്റെ കുട്ടി അറിഞ്ഞിട്ടില്ല. അതിനിപ്പോ എന്താ ഉണ്ടായമ്മേ? അസുഖം ഉണ്ടായാലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോണത് സാധാരണയല്ലേ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനവൻ. ഹിന്ദുവിനെ തല്ലിയത് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. സ്വബോധം ഉണ്ടെങ്കിൽ അവനത് ചെയ്യുവോ? ഗോപിയേട്ടനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏട്ടനെ ധിക്കരിക്കാൻ പാടില്ലെന്ന് ഹിന്ദു ഓർക്കണ്ടേ? ഇവിടുത്തെ കഷ്ടപ്പാടിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയ ഞാൻ സമ്മതിച്ചത്. പക്ഷേ എന്റെ മോൻ ഇഷ്ടമില്ലാച്ച. ഗോപിയേട്ടന് ഇഷ്ടക്കുറവൊന്നുമില്ല. തിരിച്ചു വന്ന ഉടനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഹരി, ഗോപിയേട്ടനെ പറ്റി ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തെങ്കിലും വിവരം നാളെ പറയൂ. ഹരി, എന്നോടെങ്കിലും സത്യം തുറന്നു പറയണം. പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞ്. നാളെ ഞാനും വരട്ടെ ഗോപിയേട്ടനെ കാണാൻ. അവര് സമ്മതിക്കുമെന്നറിയില്ല. അല്ലെങ്കിലും മായടുത്തി വരാതിരിക്കുക നല്ലത്. ഞാനും വരും. എനിക്കെന്റെ ഗോപിയേട്ടനെ കാണണം. ഇത്ര ധൃതിയിൽ കല്യാണം നടത്തണമെന്ന് നിനക്കെന്താ അത്ര വാശി? ഈ മുറ്റത്ത് കിടന്ന ഒച്ചയും വിളിയും കൂട്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? ഇനി സ്വബോധമുള്ള ആരെങ്കിലും വരും എന്നൊരു കെട്ടാൻ. അപ്പൊ ഹിന്ദുവിന്റെ കാര്യം മാത്രമേ ഉള്ളൂ നിനക്ക്. എനിക്കും ഉണ്ടല്ലോ ഒരു മോള്. ഭ്രാന്തന്മാരുടെ കുടുംബത്തിൽ നിന്ന് കേട്ടാൻ ഏതെങ്കിലും തറവാട്ടുകാരും മെനക്കെടുവോ? ഭ്രാന്ത് ഒന്ന് നിർത്തണ്ടോ? ഈ ബഹളം വെക്കുന്ന കേട്ടാ ഇപ്പൊ ഭ്രാന്ത് ഗോവിന്ദേട്ടനാന്ന് തോന്നും. ആ ഇനി നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ഏതായാലും ഈ കല്യാണത്തെ എന്നെ പ്രതീക്ഷിക്കണ്ട. നീ വരുന്നുണ്ടോ അതോ ഇവിടെ പുറക്കാൻ തന്നെയാണോ ഭാവം? അപ്പോഴേ ഗോവിന്ദേട്ടാ, ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ ഈ കല്യാണങ്ങൾ നടത്താൻ തീരുമാനിച്ചു. വരിക. ഇപ്പൊ ഇതുവഴി ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടോ? ഇല്ല. അവൻ എവിടെ പോയി? അവനെ പിടിക്കണമല്ലോ.
കളിക്കുന്ന ഞാൻ കണ്ടു. മേനോൻ ചേട്ടൻ ഇവിടെ എപ്പറ്റി? നമ്മുടെ അർഷത്തിനകത്തായിട്ട് ഒരു ചെറിയ പണടം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഒരു 10 lakhs തിരിമറി. ഇവിടെ വന്ന് നോക്കുമ്പോ ഒരു 10 ഉറുപ്പ്യ മിസ്സിങ്. അത് പനമല കുഞ്ഞിരാമനാർക്ക് കൊടുത്തോ, തട്ടകത്ത വർഗീസിന് കൊടുത്തോ, ഒരു പിടിയും കിട്ടുന്നില്ല. നീ എന്താ ഇവിടെ വല്ല പണടം അവിടെ ഉണ്ടോ? അല്ല അതെ. നിനക്ക് എത്ര പണം വേണം? 1 2 3 4 5 6 7 8 9 10 11 12 15 15 15 പോയാ പാട്ടെ. അങ്ങനെ ഒരു ടയർ ഇവിടെ മാറ്റി. ടയറോ? അതെ, ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ തുടങ്ങി എത്ര ദിവസമായി അറിയോ? വേണമെങ്കിൽ കേറി ഇരുന്നോ, പക്ഷേ ഈ ബസ് ഓട്ടൊന്നും പോകത്തില്ല. ആ. ഡോക്ടർ, അന്ന് എനിക്കുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ടെൻഷൻ എല്ലാം മാറി. ഇപ്പൊ എനിക്ക് ഒരു അസുഖമില്ല. പക്ഷെ ഇനി എവിടെ കഴിയുകയാണെങ്കിൽ എനിക്കില്ലാത്ത ഭാഗം വരും. ഗോപി, ഒരു 2 ദിവസം കൂടെ ശ്രമിക്കും. ഒരു ചെക്കപ്പ് കൂടെ കഴിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാം. ഡോക്ടർ, എങ്ങനെയെങ്കിലും പ്ലീസ്. തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഗോപി ഇവിടുന്ന് പേവാറിലേക്ക് മാറ്റാം. പിന്നെ മുറി തന്നെ എപ്പോഴും ഇരിക്കണമെന്നില്ല. മുറ്റത്തൊക്കെ പോയി റിലാക്സ് ചെയ്തൂടെ? കരയരുത് മോളെ, ഇങ്ങനെയൊക്കെ നടക്കാനാണ് വിധി. ഗോപീട്ടിന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക്. മോളെ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പറഞ്ഞയക്കുന്നതിൽ അവന് സന്തോഷിക്കുന്നുണ്ടാവും. അവന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. വിഷമിക്കണ്ട. ഗോപേട്ടൻ എനിക്ക് മാപ്പ് തന്ന് അനുഗ്രഹിക്കണം. ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് പോവാം. സാരമില്ല, വാ. ഈ തറവാട്ടുമുറ്റത്ത് വെച്ച് അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. അവൾക്കൊരു ജീവിതം കിട്ടിയതിൽ സന്തോഷിക്കല്ലേ വേണ്ട ജാനകി? അവരാശുപത്രി ചെന്നിട്ട് ഗോപി മുഖത്ത് പോലും നോക്കിയില്ലത്രേ. ഈ കല്യാണം നടത്താൻ ഞാനും കൂട്ടുനിന്നു തോന്നുന്നുണ്ടാവുമോ ഗോപിക്ക്? നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചിന്തിക്കണേ? അവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ പെരുമാറിണ്ടാവും. കുറച്ചുകൂടെ നേരത്തെ കാവിൽ വിളക്ക് വെച്ച് വന്നുകൂടെ നിനക്ക്? അമ്മേ, മായ ചേച്ചി ആശുപത്രിയിൽ പോണെന്ന് പറഞ്ഞിരിക്ക. ഞാനും കൂടെ ഒന്ന് പൊയ്ക്കോട്ടെ. അവിടെ എന്താ ഇപ്പോ മിണ്ടാണ്ടിരുന്നോ നീ? ഈ ആഴ്ച അവനിങ്ങി എത്തുവോ ശങ്കര? എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മോളൊരാളുണ്ടല്ലോ, ബാക്കിയൊക്കെ അയാളുടെ കയ്യിലാ. എന്റെ ഈശ്വര. ഗോജനവശ്രീ വശിഷ്ഠ എടാ ഗോപി, എന്നെ കബളിപ്പിക്കാന്നുള്ള നിന്റെ മോഹമുണ്ടല്ലോ, അത് നടക്കില്ല കുട്ടി. അപൂർണാനന്ദ സ്വാമികൾ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദാ പോയി കിട്ടിയൊരിടത്തോളൂ. ഇപ്പൊ ആരെങ്കിലും കൊടുക്ക, ശുദ്ധിയുള്ളവർ ആരുമില്ലല്ലോ. ആ, അമ്മത് കയ്യിൽ വെച്ചോളൂ, കയറ്റിടണ്ട. ഞാൻ ശരിയാക്കി തരാം. ഞാൻ യൂണിയൻകാരെ കൊണ്ട് പണിയെടുപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ അവർ വഴക്കുണ്ടാക്കാവോ? ആയതെടുക്കടാ. തല മാറ്റി പിടിച്ചോട്ടാ.
അപ്പുണ്ണിയെ അപ്പുണ്ണിയെ മേന്ന സംശയിക്കണ്ട, മേനോൻ തന്നെയാ. ഇവിടെ ഭ്രാന്താശുപത്രിയിൽ എന്തിനാ വരിക? ഞാൻ അറിഞ്ഞില്ല മേന്നെ. ആരും അറിയിക്കാതെ വീട്ടുകാർ സ്വകാര്യ വെച്ചിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? എപ്പോ വേണമെങ്കിലും പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. പരിപൂർണ്ണ സുഖായിക്കോട്ടെ എന്ന് കരുതിയിരിക്കുകയാണ് ഞാൻ. അച്ഛന് ഭ്രാന്താണെന്ന് പറഞ്ഞ എന്റെ മകൾ ആരെങ്കിലും കെട്ടാൻ വരൂ? ഞാൻ അമിതമായി പലിശ വാങ്ങിയതിന്റെ ശിക്ഷയാണ് എന്ന് ആശ്വസിക്കാം. ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങളെ, അല്ലാണ്ട് എന്താ പറയാ? എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ? അവന്റെ ഒരു ചുവപ്പ് മുണ്ടും ചുവപ്പ് ജുബയും ചുവപ്പ് തലയെക്കെട്ടും. ദൈവോ അല്ല അല്ലേ? അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? അല്ല. ചോദിച്ച സാധനം പറയടാ. നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? എങ്കിൽ അതിൽ തന്നെ ആര്? ഏത്? എന്തിനാടാ പാപത്തിനെ പിടിച്ച് പുറത്താക്കിയത്? നിനക്ക് ചമ്പൽക്കാട്ടിലെ ഭൂലം ദേവി. ഡോക്ടറെ, നിങ്ങൾ ഭാര്യ മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോയല്ലേ? നിങ്ങൾക്ക് വേറെ ലോകം കഴിച്ചൂടെ? ഫസ്റ്റ് വൈഫിന് ഞാൻ നോക്കിക്കോളാം, ഞാൻ കല്യാണം കഴിച്ചോളാം. വാട്ട് നോൺസെൻസ്! ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? പറയാം, എല്ലാം ഞാൻ പറയാം. എന്റെ പൊന്ന് സാറേ, ആർക്കാ വെളിവ് ആർക്കാ വെളിവില്ലാത്തതെന്ന് ഒരു പിടിയും കിട്ടണില്ല. ഈ കോമാളികളുടെ ഇടയിൽ ഞാൻ ആദ്യമായിട്ട് വന്നതാ. ഇയാളെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്താണോ? അല്ല സാർ, അഡ്മിറ്റാ? എന്റെ കൃഷ്ണ, ഞാൻ അപൂർണാനന്ദ സ്വാമികള് പാണാട്ട് വീട്ടില് ഞാൻ നമ്മുടെ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. C12 ആയിക്കോ. കൂടുതൽ വയലന്റ് ആണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് മാറ്റിക്കോളൂ. ഇഞ്ചക്ഷൻ കൊടുക്കേ? ഡോക്ടർക്കും വട്ട? ഡോക്ടർ ഇങ്ങനെ തമാശ പറയല്ലേ? കൊണ്ടുകളോ. വിടാൻ പറഞ്ഞ പിന്നെ വിടട്ടോ. വെറുതെ എന്തിനാ പിടിച്ചു വലിക്കണേന്ന് അങ്ങോട്ട് വരല്ലേ? നിങ്ങൾ വിചാരിച്ച പോലെ എനിക്കൊരു തകരാറുമില്ല. എന്തിനാ വെറുതെ എന്റെ ശാപം മേടിച്ചു പറ്റണേ? എല്ലാവരും ഇത് തന്നെയാ പറയാറ്. കഴിഞ്ഞ ആഴ്ച വന്ന ഒരുത്തം പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാ ഓടിക്കറി വന്നത്. വന്നവരുടെയും പോയവരുടെയും കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് വല്ല ഇഞ്ചക്ഷൻ എടുത്തൂടെ? വിടെ കണ്ട കണ്ട വത്സ, നീ ദീർഘായുസാവുക. എനിക്ക് ചത്ത വിടാൻ പറഞ്ഞില്ലേ? വിടാൻ പറഞ്ഞിട്ടോ? ഇതെന്റെ അമ്മാവനാ, എന്നെ കാണാൻ വന്നതാ. വിടൂ. എന്നാ പിടിച്ചോ. ഒറ്റ വീക്കുന്നോട്ടമാവാ. അമ്മാവനിരിക്കൂ. ഇരിക്കമ്മാവാ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അമ്മാവൻ എന്നാ ചെയ്ത്? ഇന്നലെ രാത്രി നിന്റെ അമ്മയുടെ എഴുത്തിൽ നിന്നാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എന്ത് വിവരം? പങ്കുണ്ണിമേനോന്റെ ബാധ കൂടിയതാ, ഒരു സംശയമില്ല. ഒരു ഹോമം നടത്തി അവനെ അങ്ങോട്ട് ഒഴിവാക്കാം. ഹോമം മാങ്ങാത്തിലൊന്നും അമ്മ നടത്തണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടുന്ന് ഇറങ്ങട്ടെ. ആരുടെയൊക്കെ ബാധയെ ഒഴിപ്പിക്കേണ്ടത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഗോപി, അതല്ല. ഒന്നും പറയണ്ട. അമ്മാവൻ 6 മാസവും 4 മാസമായിട്ട് സൂഹിക്കല്ലേ? മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കാശുണ്ടാകാൻ പോകുന്നെന്ന് അറിഞ്ഞ് എന്റെ കൂടെ പറ്റിക്കൂടാ നോക്കല്ലേ? അത് ശരി. അപ്പൊ നിനക്ക് നിന്നെ ഇടത്ത് വെട്ടി വലത്ത് തിരിഞ്ഞ് ഓതിരക്കടകം. സ്വാമി മതി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ കുരുത്തം കെട്ടവരെ? ശിഷ്യന്മാരെല്ലാവരും കൂടി ഒന്ന് പൊക്കി. സ്വാമി, ഈ ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ ചുറ്റിക്കളിക്കാൻ ഏതെങ്കിലും ഒരു ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.
ഗോപിയേട്ടാ, ഓരോ ദിവസവും ഞാൻ മായയെ കാത്തിരിക്കുമായിരുന്നു. ആരോടെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറയണമെന്ന്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, അച്ഛൻ സമ്മതിക്കണ്ടേ. എപ്പോഴാ വീട്ടിലേക്ക്? ഇന്ന് മിക്കവാറും പോകാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞത്. ഈശ്വര, ഒരുപാട് അനുഭവിച്ചു മായ. എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്നുള്ള മോഹം മാത്രമായിരുന്നു മനസ്സിൽ. എന്തിനായിരുന്നു ഇതൊക്കെ? എല്ലാം ഒരു ദിവസം ഞാൻ പറയാം. ഒരപേക്ഷ മാത്രമേ എനിക്ക് മായയോടുള്ളൂ. ആരും എന്നെ മനസ്സിലാക്കാത്തതിൽ എനിക്ക് പരിഭവമില്ല. പക്ഷെ മായ വിശ്വസിക്കണം, നിന്റെ ഗോപിയേട്ടന് ഭ്രാന്തില്ല എന്ന്. വിശ്വസിക്കാം, 100 വട്ടം വിശ്വസിക്കാം.